democratic process, so they can crush all other ideas. ഇവിടെ അതാണ് ഈ പോരാട്ടം, അതാണ് ബിജെപിയും ആർഎസ്എസും ഈ രാജ്യത്തെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരെയാണ് ഈ പോരാട്ടം ഇവിടെ നടക്കുന്നത്. Why should Kerala be ruled from Nagpur? Who are they? എന്തിനാണ് കേരളത്തെ നാഗ്പൂരിൽ നിന്ന് ഭരിക്കുന്നത്? നാഗ്പൂരിൽ നിന്ന് കേരളത്തെ ഭരിക്കാൻ അവർ ആരാണ്? Kerala should be ruled from here, from the streets, from the villages of Kerala. കേരളത്തിലെ തെരുവുകളിൽ നിന്നുള്ള ആളുകളാണ്, കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കേരളത്തെ ഭരിക്കേണ്ടത്. നാഗ്പൂരിൽ നിന്നുള്ള ആളുകളല്ല കേരളത്തെ ഭരിക്കേണ്ടത്. And in fact, that is what the people of Kerala have taught India. അതാണ് യഥാർത്ഥത്തിൽ, അതാണ് കേരളത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. That the closer the government is to the grassroots, the closer the government is to the people, the more effective. കേരളത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ്. എത്രമാത്രം ഭരണകൂടം താഴെത്തട്ടിലോട്ട് അടുത്ത് നിൽക്കുന്നു, അത്രമാത്രം ഭരണകൂടം കാര്യക്ഷമവും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ഇന്ത്യക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. When you give education to the people directly, you let them make choices, they will might make the right choices. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ അവർ തെരഞ്ഞെടുപ്പുകൾ എടുക്കാൻ പ്രാപ്തരാകുന്നു. അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ സാധിക്കുന്നു. How does Delhi know what a school in Kerala should be about? കേരളത്തിലെ ഒരു സ്കൂൾ എന്താണെന്ന് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് ഡൽഹിക്ക് എങ്ങനെ അറിയാം? ഡൽഹിക്ക് എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും? How does Delhi know what the people of Kerala want? കേരളത്തിലെ ജനങ്ങൾക്ക്, മലയാളികൾക്ക് എന്ത് വേണമെന്ന് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എങ്ങനെ തീരുമാനിക്കാനും അറിയാനും കഴിയും? So this is the ideology, brother. This is the boss. Oh, he's okay. What has happened? क्या हो गया? Are you okay? Sorry. So that is the fight that is taking place at the national level. ദേശീയ തലത്തിൽ ഈ പോരാട്ടമാണ് ദേശീയ തലത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. There is no need for Indian people to disrespect each other. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാതിരിക്കാനുള്ള യാതൊരു ആവശ്യവുമില്ല, യാതൊരു കാരണവുമില്ല. To hate each other. മറ്റുള്ളവരെ വെറുക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരസ്പരം വെറുക്കാനുള്ള ഒരു കാരണവും ഈ രാജ്യത്തില്ല. To fight with each other. പരസ്പരം പോരാടാനുള്ള ഒരു കാരണവും ഈ രാജ്യത്തില്ല. The country can be great only if it is united and working together. ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായി മുൻപോട്ട് പോകാനും നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. There are also local issues in Wayanad. വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളുമുണ്ട്. People are struggling here for 2 or 3 big reasons. 2-3 പ്രധാന കാരണങ്ങൾ കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന് എനിക്കറിയാം. Human-animal conflict. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം. I recently went and saw the family of a person who was killed by an elephant. ആന കൊന്ന ഒരു മനുഷ്യന്റെ. For more such videos, subscribe to the NewsX YouTube channel, hit the bell icon.